മലയാള സീരിയൽ രംഗത്ത് വ്യത്യസ്ത കഥകൾ സമ്മാനിച്ച സംവിധായകരുടെ നിരയിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് എം നസീർ സാർ. എം നസീർ സാറിൻ്റെ പുതിയ സീരിയൽ വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളും എല്ലാം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. നസീർ സാർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്, സീരിയൽ രംഗത്തേക്ക്? കടന്നു വന്നത് ഇത് ഒന്ന് പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിനെക്കാട്ടി കൂടുതൽ നമ്മൾ പോയിട്ടുള്ളത് സിനിമ തിയേറ്ററുകളിലായിരുന്നു. അപ്പം ഞാൻ കൊല്ലത്ത് ഫാറ്റിമ മാത നാഷണൽ കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി. അപ്പോൾ അതിനടുത്തൊരു തിയേറ്റർ ഉണ്ട്, പ്രിയ തിയേറ്റർ. അപ്പോൾ ഞങ്ങൾ മാറ്റിനി അവിടെ കാണുകയും അവിടുത്തെ ആ ടിക്കറ്റ് കയറുന്ന ആളിൻ്റെ അടുക്ക പശു അടുത്ത കൊല്ലത്ത് കുമാർ തിയേറ്ററിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അയാളെ പൈസ എടുക്കും. കുമാറിൻ്റെ പശുവൊക്കെ വന്നിട്ട് അയാളോട് ഞങ്ങൾ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ്, ആരാധന തിയേറ്ററിലെ ടിക്കറ്റിന് അവിടുത്തെ ടിക്കറ്റ് കയറുന്ന ആളുടെ പൈസ കൊടുക്കും. അങ്ങനെ സിനിമ ക്ലാസ്സിൽ കയറിയിട്ടില്ല, തിയേറ്ററുകൾ തോറും നടന്ന് അവിടുത്തെ വെൽഫെയറൊക്കെ അന്വേഷിച്ച് പോയത് കൊണ്ട് പഠനം കഴിഞ്ഞ ശേഷം നമ്മൾ അറിയാതെ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നു. എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് തുടക്കം ഞാൻ ഡോക്യുമെൻ്ററി പരിപാടികളിൽ സഹകരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും യൂണിസെഫിൻ്റെയും ഡോക്യുമെൻ്ററികൾ ചെയ്തുകൊണ്ടും അതിനകത്ത് അസിസ്റ്റ് ചെയ്തുകൊണ്ടും മദ്രാസിൽ പോവുകയും, എൻ്റെ മദ്രാസ് തുടക്കമെന്ന് പറയുന്നത് വളരെ ലാവിഷായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു മദ്രാസിൽ. കണ്ടുപഠിക്കുകയാണ്. ഞാൻ തന്നെ എൻ്റെ സ്വന്തം വാഹനത്തിൽ ലൊക്കേഷനുകളിൽ പോയി സിനിമ ഷൂട്ടിങ്ങുകൾ മാറി നിന്ന് കണ്ട്, പിന്നെ പരിചയമുള്ള ഡയറക്ടറെ കൂടെ നമ്മൾ സംസാരിച്ചിട്ട് ഇത് ഷൂട്ടിങ് കാണാനായിട്ട് പോകുന്നതിന് ആർക്കും ചിലവൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടാ പഠിച്ചത്. അങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ ഡോക്യുമെൻ്ററി സെക്ഷൻ കുറേ കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ വെച്ചിട്ട് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറെ, ശ്രീകുട്ടൻ ചേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വർക്ക് ചെയ്തു. അവിടെ വെച്ച് തന്നെ GS വിജയൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ പരിചയപ്പെട്ടു. അതുവഴി MD വാസുദേവൻ നായർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അതോടൊപ്പം തന്നെ രാജീവ് കുമാർ തുടങ്ങിയ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്ത പടങ്ങൾ കുറവാണ്, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഷൂട്ടിങ്ങുകൾ കൂടുതലാണ്. അത് വീട്ടിൽ നിന്നും സ്വാഭാവികമായിട്ട് ഞാൻ വരുന്നത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്, വളരെ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവർക്ക് എന്നെ പഠിപ്പിച്ച് ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കണമെന്നൊക്കെ ആയിരുന്നു. എല്ലാവരും ആ ഫീൽഡിൽ തന്നെ ബാക്കി എല്ലാവരും. എന്നെ സംബന്ധിച്ച് ഈ തിയേറ്റർ വിട്ടുള്ള കളിയില്ലാത്തതുകൊണ്ട് അപ്പോഴേ അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ LLB പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടി. ഞാൻ ആലപ്പുഴ ബസ് ഇറങ്ങിയിട്ടാണ് ഈ ഡോക്യുമെൻ്ററിയിലേക്ക് പോകുന്നത്. പിന്നീട് ഞാൻ ഇതുമൊക്കെ